ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഒറ്റപ്പാലം നഗരസഭയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭയുടെയും ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 36-ാം വാർഡിലെ സൗത്ത് പനമണ്ണ അമ്പലവട്ടത്തിൽ സ്നേഹ പൊതുജന വായനശാലയ്ക്ക് സമീപത്തെ ആയുർവേദ സബ് സെന്ററിനായി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയ കെട്ടിടത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. അർബൻ കേന്ദ്രം വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പനമണ്ണയിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് 2014 അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു. പക്ഷെ അന്ന് ഇവിടെ നമുക്കൊരു സ്ഥലം കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അർബൻ കേന്ദ്രം നമുക്ക് പനമണ്ണ അവിടെ തുടങ്ങിയത്. പനമണ്ണയല്ല, കണ്ണിയമ്പുറത്ത് നമ്മുടെ വായനശാലയുടെ അടുത്ത് നമുക്ക് തുടങ്ങിയത്. ഇപ്പോൾ നമ്മളതിനെ 4 കേന്ദ്രങ്ങളാക്കി നമുക്ക് മാറ്റി നല്ല സെൻറ്ററുകളായിട്ട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന OP വരുന്ന സെൻ്ററായിട്ട് മാറി. ഇതിലൊരു ബിൽഡിങ്ങും കണ്ടമൂർക്കത്ത് പ്രഭാകരൻ നായർ അവരുടെ വൈഫായിട്ടുള്ള ഭാര്യ വിലാസിനി പ്രഭ അവരുടെ സ്മാരകമായി നഗരസഭയ്ക്ക് തന്നത്. അത് ജയാനന്ദൻ ഇവിടെ കൗൺസിലറാവുന്ന സമയത്താണ് നമുക്ക് ഏൽപ്പിച്ചു തരുന്നത്. ഇവിടെ ഒരു ആയുർവേദ കേന്ദ്രം വേണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ P. ശ്രീകുമാർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. ലത, ഡോക്ടർ ജീവൻ, CMO ഡോക്ടർ NK മോഹനൻ, ഡോക്ടർ അഞ്ജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ന് കാലത്ത് 10 മണി മുതൽ ഉച്ചവരെ നീണ്ടുനിന്ന ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കാളികളായി. അലർജി, ത്വക്ക്, അസ്ഥിരോഗങ്ങൾക്കുള്ള പരിശോധനയ്ക്കൊപ്പം പ്രകൃതി ചികിത്സയും യോഗ പരിശീലനവും ഉണ്ടായിരുന്നു.